കറക്റ്റ് വേക്കൻസിക്ക് ആളായിട്ടുള്ള ആൾക്കാരെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ 2 എക്സാം ആക്കിയത്. അപ്പോൾ അതിൽ എല്ലാവരും പാസ്സായി. അവർ 13,000 ആൾക്കാരുടെ വേക്കൻസി ഇട്ടിട്ട് ലിസ്റ്റ് ഇട്ട്, അതായത് മെയിൻ ലിസ്റ്റ് ഇട്ടിട്ട് പോലും വെറും 3,000 സംതിങ് ആൾക്കാരെ എടുത്തു. എന്താണ് ഇനി ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് മുട്ടാത്ത വാതിലുകളില്ല. നമ്മൾ നിരന്തരം ഉദ്യോഗസ്ഥരത്തായിരുന്നാലും ചെന്ന് ചോദിക്കുമ്പോൾ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വേക്കൻസി ഇല്ല, ഇനി വല്ല വേക്കൻസി വരണമെങ്കിൽ സർക്കാർ കനിയണം എന്നാണ് പറയുന്നത്. നമ്മളിനി എന്ത് ചെയ്യുമെന്ന്, ഈ 10,000-ഓളം ഉദ്യോഗാർത്ഥികൾ ഇനി എന്ത് ചെയ്യുമെന്ന് നോക്കുത്തിയായിരുന്നു. കാരണം 2019 കഴിയുമ്പോൾ തന്നെ ആലോചിച്ച് നോക്ക്, 4 വർഷം കഴിഞ്ഞു. 4 വർഷം അപ്പോൾ തന്നെ 4 വയസ്സ് പോയി. അപ്പോൾ അവസാനത്തെ ചാൻസ് ഉള്ളവരൊക്കെയാണ് ഈ ഒരു ലിസ്റ്റ് നമ്മൾ ഈ എക്സാമിന് പ്രിപ്പയർ ആയി എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ചുമ്മാ ഇരിക്കുമ്പോൾ ആരും PSC എക്സാം പാസ്സാക്കി തരില്ല. അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മളുടെ പല പിള്ളേരും എൻജോയ് ചെയ്യുന്ന ടൈമിലും നമ്മൾ ഊണും ഉറക്കമില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ചു. കാരണം ഇത് ലക്ഷ്യം, യൂണിഫോം വരണം, പോലീസിൻ്റെ ജോലി നേടണം എന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ അഡ്മിനാണ്. ഓരോ ഉദ്യോഗാർത്ഥികളും എന്നെ വിളിച്ച് അവരുടെ ആശങ്കകൾ പറയും. ഇത്രയും കിട്ടുമോ, എനിക്ക് ഇനി വേറെ മാർഗ്ഗമില്ല, ഇല്ലെങ്കിൽ ആത്മഹത്യയാണ് എന്നുള്ള രീതിക്ക് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. നമ്മളുടെ ഒരു പ്രിയ ഉദ്യോഗാർത്ഥി ഈ ഇടയ്ക്ക് ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ഈ ഒരു ഇതിൽ ഡിപ്രഷൻ കാരണം, അതായത് നാട്ടുകാരുടെയും നിങ്ങൾ ലിസ്റ്റിൽ വന്നില്ലേ, ജോലിയില്ലേ എന്നുള്ള ആ ഒരു ഡിപ്രഷൻ. അത് സത്യം പറഞ്ഞാൽ അത് ഞാൻ നേരിട്ടുണ്ട്. കാരണം ഞാൻ ബന്ധുക്കൾ, നമ്മളിപ്പോൾ PSC എഴുതുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ബന്ധുക്കൾ വന്നോടെ നമ്മൾ അത്രയും പഠിക്കും. പക്ഷെ ഒരു നിമിഷം അവിടെ ഒരിട്ട ചോദ്യമുണ്ട്, മോനെ ജോലിയൊന്നും ആയില്ല, ഇത്ര എക്സാം എഴുതി ഉരുകിപ്പോകും.